എൻ്റെ അവധിക്കാലത്തെ അടുത്ത പരീക്ഷണത്തിനായിട്ട് ഞാൻ അടുക്കളയിലിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലായിടവും അവധിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ അടുക്കളയിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ മോളെ പറ്റിക്കാൻ വേണ്ടി ഒരു ജ്യൂസെന്നോ ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല, എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. മോളും ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, ക്യാമറയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് ഒരു പാല്, അവളുടെ ഒരു മഞ്ചടിച്ച് മാറ്റിയിട്ടുണ്ട്, 2 ചുവന്ന പഴം, ആവിൽ, പിന്നെ ചോക്ലേറ്റ്, പിന്നെ മിൽക്ക് മെയ്ഡ്, അതിൻ്റെ അടിയിൽ ഇച്ചിരി കിടപ്പുണ്ട്. അപ്പോൾ അത്, ബാക്കി വന്ന ഹോർലിക്സ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല സാധനങ്ങളാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പാലൊക്കെ ഞാൻ കട്ടിയാക്കി എടുത്ത് വെച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ കൂളിങ് കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടുകയും ചെയ്ത്. അപ്പോൾ അതാണ്ട് 2 പഴം ഉണ്ടായിരുന്നു. വേറെ പഴമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, ഈ ചുമന്ന പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 2 അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നീട് ഇത്രയൊരു ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിടാൻ നല്ല പാടായിരുന്നു. കാരണം പൊടിഞ്ഞു പോകുന്നേ അല്ലാതെ അത് പീസായി വീഴുന്നില്ല. അങ്ങനെ ഒരുവിധം ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആവശ്യത്തിന് എന്ത് മധുരം വേണോ അത് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഹോർലിക്സ് ഒക്കെ ചേർക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ് ഒരിച്ചിരി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മധുരം മതി. ഇതിൻ്റെ എല്ലാം കൂടെ മധുരം കിട്ടുമല്ലോ. പിന്നെ മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ പോലും തികച്ചില്ലായിരുന്നു. കാരണം അടിയിൽ ഇങ്ങനെ ഇച്ചിരി പറ്റിയിരിക്കുന്നു. അപ്പോൾ അത് കളയണ്ടല്ലോ, കാരണം കുറേശ്ശെ സാധനങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം കൂടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കൂട്ടാം എന്ന് കരുതി. അവളെ പറ്റിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ അതാണ്ട് ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ നല്ലോണം അതിരിക്കുന്ന പറ്റിയതെല്ലാം വാട്ടിച്ചെടുക്കുന്നുണ്ട്. അതും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ളത് പാല്, പഴം, പഞ്ചസാര, നമ്മുടെ ചോക്ലേറ്റ്, പിന്നെ ബാക്കി വന്ന മിൽക്ക് മെയ്ഡ്. അപ്പം ഇതിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് കരുതി. കാരണം ഇച്ചിരി വെള്ളത്തിന് മയം ഇല്ലെങ്കിൽ ഇത് പിന്നെ കൊത്തനും പീരയും പോലെ കിടക്കും. അപ്പോൾ അതാണ്ട് പാല് പൊട്ടിച്ചപ്പം കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. ബാക്കി മൊത്തം വീഴുന്ന ഈ വെള്ളം പോലുള്ള അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം നന്നായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു പാല്. അപ്പോൾ ഞാൻ കുറച്ച് അതും കൂടെ, ആ പാലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടം. അവരെയും കൂടി കുഞ്ഞുങ്ങളെയും കൂടി ഇതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരണം. അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും വീട്ടിൽ നിൽക്കുന്ന ഒരു ബോറടിയോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്ത് നോക്കാനും എടുക്കാനും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അവർ വീട്ടിൽ കൂടുതൽ സമയമുള്ളപ്പോൾ. തീയിലും കാര്യങ്ങളിലും അല്ലാതെ ഇങ്ങനത്തുള്ള കൊച്ചു സഹായങ്ങൾ കുഞ്ഞുമക്കളുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അവരും ഹാപ്പിയാവും. അങ്ങനെ തന്നെ അത് ഞാൻ അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം കുറച്ചും കൂടെ കട്ടിപ്പാൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം ഇട്ടില്ല, എന്നാലും ഒരു 1/4% പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ അവിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ 1 കപ്പ് അവിലും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർക്കണ്ടെന്ന് ആദ്യം കരുതിയത്, പിന്നെ ഞാൻ വിചാരിച്ച് ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതെന്തായാലും അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അടിഞ്ഞങ്ങ് ചേരും. ആദ്യം ഞാൻ വെച്ചത് ഗ്ലാസിൻ്റെ അടിയിൽ ഇടാനാണ്. പിന്നെ ചിലപ്പോൾ അവൾ അത് കഴിക്കത്തില്ല, അത് തിരിച്ച് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇതിനകത്തിട്ട് അടിച്ചാൽ ഇതിനകത്ത് അവിലിട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പിന്നെ കൊണ്ടുവച്ച് നന്നായിട്ട് അടിച്ചിട്ട് അത് വേറൊരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് ബാക്കി പാലും അതിനകത്താണ് ഞാൻ ഹോർലിക്സ് ചേർത്തത്. ആ പാലിൻ്റെ കട്ട മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതാണ്ട് അങ്ങനെ അടിച്ചെടുത്തതാണ് ഇത് നമ്മൾ മുന്നേ അടിച്ച പഴവും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ കപ്പിലും മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കാമെന്ന് വെച്ചാൽ ജാറ് ചെറുതായതുകൊണ്ട് ഇത് പുറത്തേക്ക് തെറിക്കും. ഇനി ഈ കപ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആ പാല് കട്ടിയായതുകൊണ്ടാണ് അങ്ങനെ ഷാർജയുടെ പോലെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കൊത്ത് കണക്കിരിക്കുന്നത്, അതുകൊണ്ടാട്ടോ. പക്ഷേ സംഭവം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. നമ്മളെ ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം അരഞ്ഞ് ചേർന്നിട്ടുണ്ട് നല്ലപോലെ. പിന്നെ അതൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുഞ്ഞിന് ആ ചെറിയ കപ്പിലാണ് ഒഴിക്കുന്നത്. കാരണം തണുപ്പല്ലേ, നമ്മൾ പാലൊക്കെ കട്ടിയാക്കിയതല്ലേ. പക്ഷേ ഈ ചെറിയ കപ്പ് മാത്രമല്ല, ഇച്ചിരിയും കൂടെ അവൾ പിന്നെ കുടിച്ചായിരുന്നു. അതിന് ബാക്കി ഇച്ചിരി കപ്പിലുണ്ടായിരുന്നു, അതും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ചേച്ചിക്കും വലിയ ഗ്ലാസ്സിലെടുത്ത് അങ്ങനെ അതെല്ലാം ഒഴിച്ച് ഒന്നാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആപ്പിളോ ഇപ്പം അനാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ കാണുമ്പോഴും ഒരു രസമാണല്ലോ അങ്ങനെയൊക്കെ ഗാർണിഷ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിഠായും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. മോളുടെ ഈ മഞ്ച് അങ്ങനത്തുള്ള സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മഞ്ച് എടുത്തിട്ട് പൊട്ടിച്ച് അതിനകത്ത് ഇടാന്ന്. ഇത് അവൾക്ക്
നമ്മുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പം പാരൻസും കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ ഷോർട്സ് ഇട്ടില്ലേ, അപ്പോൾ അതിനകത്തൊക്കെ കിട്ടിയ മിഠായികളാണ് ഇതെല്ലാം. അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യുന്ന പോലെ ഇടാമെന്ന് കരുതി. അങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന് എടുത്ത് തരാനും വെക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. മുന്നോട്ട് ആളെ കാണുന്നില്ലെന്നേ ഉള്ളൂ, എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട് ആൾ. അങ്ങനെ പിന്നീട് നമ്മൾ കുടിക്കാമെന്ന് കരുതി. ഈ ഗ്ലാസ്സിൽ ഒഴിച്ചതിൻ്റെ കുറച്ച് ബാക്കി കപ്പിലുണ്ടായിരുന്നില്ല, അതിൽ ഞങ്ങൾ 3 പേരും കൂടെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി കേട്ടോ. ആദ്യം ഇത് സംഭവം എന്തോ ആയെന്നറിയാൻ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് ഞാനൊരു പേരിട്ടിട്ടില്ല, എന്ത് പേരിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നെങ്കിൽ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്, ഇതൊക്കെ ഓപ്ഷനില്ല, നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് അങ്ങ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അവർക്ക് സന്തോഷമായിരിക്കും, അവർക്ക് കാണുമ്പോൾ തന്നെ അവർ ഹാപ്പിയായിരിക്കും. പിന്നെ അവരെയും കൂടെ ഇതിനകത്തൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, മക്കളെയും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവരെയും കൂടെ ഒന്ന് അതിനകത്തോട്ട് കൂട്ടുക. അപ്പം അവരുടെ സമയം പോവും, നമ്മുടെ സമയം പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.